ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. അമ്മ ശ്രീധുവിനും അമ്മാവൻ ഹരികുമാറിനും വേണ്ടിയാണ് അപേക്ഷ നൽകിയത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ ചുരുളുകൾ അഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല സംശയങ്ങളും ബാക്കിയാണ്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ശാസ്ത്രീയ തെളിവുകളിലൂടെ ഈ അമ്മ ശ്രീധുവിനും ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് കഴിഞ്ഞ ദിവസം ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. അതിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്? ഇപ്പോഴും ഈ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ചും പല സംശയങ്ങളുണ്ട്. അതോടൊപ്പം എന്തിനാണ് ഈ കുഞ്ഞിനെ ഇരുവരും കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. കുഞ്ഞിനെ അവരുടെ ബന്ധത്തിൽ, അതായത് ഈ സഹോദരൻ്റെയും സഹോദരിയുടെയും ബന്ധത്തിൽ കുഞ്ഞൊരു തടസ്സമായി നിന്നു, അതുകൊണ്ട് നടത്തിയ കൊലപാതകം ഇതുതന്നെയാണോ പോലീസിൻ്റെയും കണ്ടെത്തൽ? തീർച്ചയായും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ മുന്നിലുള്ളത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ കേസ് തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ ജനുവരി അവസാനത്തായിരുന്നു ഈ ദേവേന്ദു എന്ന് പറയുന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആ സംഭവം നടന്ന അന്ന് മുതൽ നിരവധി ചോദ്യങ്ങൾ നാട്ടുകാരുടെ പരിസരവാസികളിൽ നിന്നൊക്കെ ഉയരുന്ന ചില ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. പക്ഷെ അതിലേറെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതികളിലേക്ക് പോലീസിന് ഇപ്പോൾ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രം. ഈ പറയുന്ന അമ്മ ഉൾപ്പെടെ ശ്രീധു ഉൾപ്പെടെ ഹരികുമാർ ഉൾപ്പെടെയുള്ള പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം ഒഴിച്ചാൽ എന്തിനു ചെയ്തു, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം, എങ്ങനെയായിരുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉത്തരം ഇനിയും കിട്ടാനുണ്ട്. അത് തന്നെയാണ് പോലീസിനെ ഈ ചോദ്യം ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഫോണുകൾ ഉൾപ്പെടെ നടത്തിയ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസിന് ആദ്യം മുതലേ ഈ പറയുന്ന ശ്രീധുവിൽ സംശയം ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീധുവിലേക്ക് എത്താൻ വ്യക്തമായ തെളിവുകൾ നിരത്തി എത്താൻ കഴിഞ്ഞില്ല. കാരണം ഒരു നിസ്സഹരണമായിരുന്നു പോലീസിന്റെ ഭാഗത്ത്, അന്വേഷണ സംഘത്തിന് മുമ്പിൽ ശ്രീധു നിന്നതെന്നുള്ളതായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നിസ്സഹരണം തുടർന്നിരുന്നു. അതുകൊണ്ട് അവരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പോലീസ് ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു. വ്യക്തമായി നിരീക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫോൺ കോൾ പരിശോധിക്കുകയും തുടർന്ന് ഫോറൻസിക് സെല്ല് നടത്തിയ ലാബ് നടത്തിയ പരിശോധനയിലാണ് ഇവരിലേക്ക് കുറ്റക്കാരാണെന്ന് എത്തുകയും സഹോദരന്മാർ തമ്മിലുള്ള ചില വഴിവിട്ട ബന്ധം പോലും ഉണ്ടോ എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടിയിരുത്തി ചോദിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ സഹോദരനായ 1-ാം പ്രതി എന്ന് ഇപ്പോൾ നിലവിൽ 1-ാം പ്രതിയായി പോലീസ് സമർപ്പിച്ചിരിക്കുന്ന ഹരികുമാർ, അതായത് ദേവനന്ദയുടെ അമ്മാവനായ ഹരികുമാറിനെയും ഒപ്പം അമ്മയെയും കസ്റ്റഡിയിലുള്ള രണ്ടുപേരെയും കസ്റ്റഡി അപേക്ഷ നെയ്യാറ്റിൻകര കോടതിയിൽ ബാലരാമപുരം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്കാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോടതി ഇനി അവധിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. പൂജാ ഹോളിഡേ ഉൾപ്പെടെ അവധിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3-ാം തീയതിയോടുകൂടിയൊക്കെ ഇതിനൊരു കസ്റ്റഡി അപേക്ഷ. തീർച്ചയായും അരുൺ, ഇവിടെ ഈ കുട്ടിയുടെ DNA ഫലം ശ്രീധുവുമായി അകന്നു കഴിയുന്ന ഭർത്താവിന്റെയോ അതോടൊപ്പം ഈ സഹോദരന്റെയോ അല്ലെന്ന് തെളിഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, മറ്റ് പ്രേരണകൾ ഉണ്ടായിരുന്നോ? ഇക്കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണം എന്തായാലും നടത്തേണ്ടതല്ലേ? തീർച്ചയായും ടോം, അതും ഒരു ഗൗരവമായ ഒരു വിഷയമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നില്ല. ശ്രീധുവിന്റെ ഭർത്താവ് ഇത്തരം ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഈ പറയുന്ന ഒരു ആരോപണത്തിലേക്ക് ഈ ഒരു പരാതിയുമായി രംഗത്തിട്ടില്ല. പ്രതിത്വമായി ബന്ധപ്പെട്ട ഒരു പരാതിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാലും ഇതും പോലീസ് അന്വേഷണ വിധേയമാക്കും. കാരണം ഇപ്പോൾ DNA ഉൾപ്പെടെയുള്ള പരിശോധനയിൽ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീധുവിന്റെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ അമ്മാവിന്റെയോ ഒന്നും DNA പരിശോധനയിൽ കുട്ടിയുടെ ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ട് പോലീസ്. ഈ വിവരങ്ങൾ ഉൾപ്പെടെ ഒരു പക്ഷേ ഈ വരുന്ന ചോദ്യം ചെയ്യൽ, ഈ ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്യലിലൂടെ അതും വിളിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ടാവും. കാരണം ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ കുട്ടിയെ ഇങ്ങനെ നശിപ്പിച്ച് കളയാനുണ്ടായ ഒരു സാഹചര്യം, ഇതിന് പിന്നിൽ വേറെ ബാഹ്യ പ്രേരണ വല്ലതും ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു മൗനാനുവാദമാണ് ശ്രീധു നൽകിയത് എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന കുട്ടിയെ കൊലപ്പെടുത്താൻ കൊണ്ടുപോകുന്ന സമയത്ത്
ശ്രീതു കാണുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകിയ എഫ്ഐആർ കൊടുത്ത വിവരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാണുകയായിരുന്നു, അത് തടഞ്ഞിട്ടില്ലായിരുന്നു. ഒപ്പം കേസിനെ വഴിതിരിച്ച് കളയുന്നതിലേക്ക് വേണ്ടി ഈ പറയുന്ന അവിടെ വീട്ടിൽ പെട്രോൾ ഉൾപ്പെടെ കത്തിച്ച് ശ്രദ്ധ മാറ്റുകയായിരുന്നു എന്നൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയ വിവരം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിവരം, പോലീസ് നൽകുന്ന വിവരം. പക്ഷെ ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ പറയുന്ന വരുന്ന രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്ത് പോലീസ് ചുരുളഴിക്കാൻ ശ്രമിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതക കേസിലാണ് 2 പ്രതികളെ, അമ്മാവനെയും അമ്മയെയും കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്.